ഹലോ, ഞാൻ സുഹാന. ഞാനൊരു സെൽഫ് ലേൺ മാക്രമേ ആർട്ടിസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ഉർവി നോട്ട്സ് എന്ന് പറഞ്ഞ ചാനലിലൂടെ ഞാൻ മുമ്പ് ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് മാക്രമേൻ്റെ വീഡിയോസ് മാത്രമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് എന്താണ് മാക്രമേ എന്ന് അറിയാത്തവരുണ്ട്. അതുപോലെ തന്നെ അത് എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ കോഡുകൾ യൂസ് ചെയ്തിട്ട്. അതുകൂടാതെ എവിടെ നിന്നാണ് നമ്മൾ ത്രെഡ് വാങ്ങുന്നത്, എത്ര ലെങ്ത്ത് വേണം, എന്തൊക്കെ ടൈപ്പ് ത്രെഡ് ഉണ്ട്, ഒരു പ്രോഡക്റ്റിന് ഏത് ത്രെഡ് ചൂസ് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചിട്ട് ഏത് പ്രൊഡക്റ്റിന് ഏത് വേണം എന്നുള്ളത് എങ്ങനെയാണ് ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യുക, എന്തൊക്കെ ഒരു ജസ്റ്റ് മാക്രമേൻ്റെ ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ള രീതിക്കാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാക്രമേ എന്ന് പറയുന്നത് ശരിക്കും പണ്ട് മുതൽ തന്നെ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നോട്ടിങ് ടെക്നിക്കായിരുന്നു. അവരന്ന് യൂസ് ചെയ്തിരുന്നെങ്കിൽ പായ മേയുക, അതുപോലെ തന്നെ ബെഡൊക്കെ പണ്ട് കാലത്തൊക്കെ ഉള്ള ബെഡുകളൊക്കെ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു. പിന്നെ ഷാളിൻ്റെയൊക്കെ അറ്റത്ത് ഒരു ഡിസൈൻസിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇതിന് നമ്മൾ മാക്രമേ എന്ന് പറഞ്ഞ കോഡിനെ തന്നെ പലതരം ആർട്ട് ഫോമുമായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് പുതിയ ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്രമേ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വന്നത്. അപ്പം മാക്രമേ ഉപയോഗിച്ചിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കറേഷനാണ് മെയിനായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിൽ തന്നെ വിടുന്നതാണ് ഹോം ഫർണിഷിങ് ഐറ്റംസായ ടേബിൾ റണ്ണേഴ്സ്, റഗ്സ്, ലാപ്ടോപ്പിൻ്റെയൊക്കെ റഗ്ഗുകൾ, അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സ്, പിന്നെ വാൾ ഹാങ്ങിങ്സിനൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന മെത്തേഡാണ് വാൾ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഡ്രീം ക്യാച്ചേഴ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ നമ്മളുടെ ഡെയിലി യൂസിന് പറ്റിയ ബാഗ്, ഇയറിങ്സ്, പെൻഡൻസ്, അങ്ങനെ ബ്രേസ്ലെറ്റ്സ്, ഇതുപോലെയുള്ള ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് മാക്രമേ കോഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അതേപോലെ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് മാക്രമേ കോഡ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ പറയുന്നത് കോട്ടൺ മാത്രമാണ്, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കോട്ടൺ ഉണ്ട്, ജ്യൂട്ട് ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്, അതേപോലെ നൈലോൺ ഉണ്ട്, ഇങ്ങനെ വെറൈറ്റി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോട്ടൺ ത്രെഡിലാണ്. മെയിനായിട്ട് എന്നല്ല, ഞാൻ കംപ്ലീറ്റ് ആയിട്ടും. കാരണം എനിക്ക് സസ്റ്റൈനബിലിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യണം എന്നുള്ള ഒരു പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റും കംപ്ലീറ്റ്ലി കോട്ടൺ ആയിരിക്കും. കോട്ടൺ പിന്നെ അതുപോലെ നമുക്ക് കാണാനും കുറച്ചൊരു ഷൈനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും ഏത് സമയത്തും അതിൻ്റെ ഒരു എസ്തെറ്റിക് ലുക്ക് അതിന് കിട്ടും. പക്ഷേ നേരെ മറിച്ച് നൈലോൺ കാണുന്ന സമയത്ത് കുറച്ചൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കോട്ടണാണ് യൂസ് ചെയ്യാറ്. പിന്നെ ചിലരൊക്കെ സ്വിങ്ങൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പുറത്തൊക്കെ വെക്കാമെന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആണെങ്കിലൊക്കെ അവരൊക്കെ യൂസ് ചെയ്യുന്നത് നൈലോൺ ത്രെഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ കോട്ടൺ വെച്ചും ചെയ്യാൻ പറ്റും. എന്നാൽ അതിൻ്റെ ഇപ്പം മഴ നനയുന്നത് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്നത് ഒരു കേസിലൊക്കെ ആകുമ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഇൻറ്റീരിയർ ഡെക്കറേഷനിലാണ് ചെയ്യുന്നതെങ്കിൽ അത് എന്തായാലും എൻ്റെ ഒരു സജഷൻ, പേഴ്സണൽ ഒപ്പീനിയനിൽ കോട്ടൺ ത്രെഡാണ് നല്ലത്. പിന്നെ അത്ര ഒരു ബ്രൈറ്റ് കളേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും നമുക്ക് ഈ ഒരു ഓഫ് ഷെയ്ഡ് കോംബോയിൽ തന്നെ പോകുന്നതാണ് നല്ലത്. പിന്നെ അതുകൂടാതെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സ് മാക്രമേ കോഡ്സിലുണ്ട്. ഇപ്പം ഏറ്റവും മെജോറിറ്റി ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. പക്ഷേ അതുകൂടാതെ ഒരു 50-60ഓളം നമുക്ക് ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. 50-60 കളേഴ്സിലോളം ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ ഇതുകൂടാതെ തന്നെ അതിൻ്റെ ഓരോ പാറ്റേൺസ് ഉണ്ട്. ഇപ്പോൾ ഒരു മെയിനായിട്ട് 3 ടൈപ്പ് പാറ്റേൺസ് ആണുള്ളത്. അത് ഞാൻ എൻ്റെ ബേസിക് വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാകും. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു ബേസിക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താണ് ആദ്യമായിട്ട് ഒരാൾ മാക്രമേ തുടങ്ങുകയാണ്. അപ്പോൾ അയാൾക്ക് ഇപ്പം എന്തൊക്കെ ടൈപ്പ് ത്രെഡുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാനിവിടെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ മെയിനായിട്ട് 3 ത്രെഡുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 1 ട്വിസ്റ്റഡ്, 2 സിംഗിൾ സ്ട്രാൻഡഡ്, 3 ബ്രൈഡഡ്. അപ്പോൾ ഈ 3 ത്രെഡുകൾ വെച്ചിട്ടാണ് എൻ്റെ ഡിസൈൻസൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേറെയും കുറേ പാറ്റേൺസും കാര്യങ്ങളിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേറെ മെറ്റീരിയലുകളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇതുപോലെ എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് മാക്രമേ പഠിക്കാൻ ഈസി ആണോ എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഞാൻ പഠിച്ചതും അതുപോലെ തന്നെ ഞാൻ ട്യൂട്ടോറിയൽസ് ഓൺലൈനായിട്ട് വർക്ക്ഷോപ്സൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടോ എന്നുള്ളതും. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്രമേ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അതിനുള്ള പേഷ്യൻസും അതേപോലെ തന്നെ ഡിറ്റർമിനേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ഇതിൻ്റെ ബേസിക് തൊട്ട് അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ഓരോ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഒരു വീക്ക്ലി അല്ലെങ്കിൽ 2 വീക്ക് കൂടുന്ന സമയത്ത് ഓരോ വീഡിയോസായിട്ട് ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാം ഈ ഒരു മെത്തേഡിലൂടെ.
ഇനി ഇതല്ല, ഇപ്പോൾ ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ, അതപ്പോൾ കുറച്ചുകൂടെ ഒരു നല്ലൊരു മെത്തേഡ് എന്നത് വർക്ക്ഷോപ്പാണ്. കാരണം നമ്മളെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആൾക്ക് അങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1-on-1 ആയിട്ട് വേണമെങ്കിൽ ആ രീതിയിലുണ്ട്, അതല്ല ഒരു ഗ്രൂപ്പായിട്ട് നമ്മളൊരു സൂം മീറ്റിങ്ങിലൊക്കെ ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ വർക്ക്ഷോപ്സ് ഞാൻ കണ്ടക്ട് ചെയ്യാറുണ്ട് ഓൺലൈനായിട്ട്. ഇത് കൂടാതെ ഓഫ്ലൈൻ വർക്ക്ഷോപ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതുപോലത്തെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മാക്രമേ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ എൻ്റെ അടുത്ത് വാട്സപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതുകൂടാതെ ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഡെലിവറി ചെയ്യുന്ന ആ ഒരു പാക്കിംഗ് സ്റ്റേജ് വരെ കംപ്ലീറ്റ്ലി സസ്റ്റൈനബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു കൺസേൺ ആണ് എനിക്കുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ പ്രോഡക്ട്സും ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് ഞാൻ ഫോളോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഫേസ് റിവീൽ ചെയ്തിട്ട് ഇത്രകാലം എൻ്റെ സപ്പോർട്ട് ചെയ്ത യൂട്യൂബ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇതിലിപ്പം എനിക്ക് ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ കുറച്ച് നെർവസ്നെസ് ഒക്കെ ഉണ്ട്. എങ്ങനെ ഫേസ് ചെയ്ത് സംസാരിക്കുമ്പോഴുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ എനിക്ക് സജഷൻസ് പറഞ്ഞു തരാനുണ്ടെങ്കിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയണം. കാരണം എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഇപ്പം ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ മാക്രമേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. പിന്നെ ഞാൻ എങ്ങനെ മാക്രമേയിലേക്ക് എത്തി, എൻ്റെ സ്റ്റോറി അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ നിങ്ങൾക്ക് അതേപോലെ ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എനിക്കറിയണം, എന്നെക്കൊണ്ടാവുന്ന പോലത്തെ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.